നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാരിന് എന്തിൻ്റെ കേടാണ് എന്ന് ചിലപ്പോഴെങ്കിലും ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം അവർ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നു. സർക്കാർ രൂപീകരിച്ചിട്ട് 1 മാസം തികയുന്നതിന് മുൻപ് 2 വിക്കറ്റാണ് വീണിരിക്കുന്നത്. ആദ്യം മന്ത്രി സണ്ണി ജോസഫിൻ്റെ അളിയനെ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത് വിവാദമാവുകയും ഒടുവിൽ അളിയൻ രാജിവെച്ചൊഴിയുകയും ചെയ്തു. ഒരാവശ്യവുമില്ലാതുണ്ടാക്കിയ വിവാദമായിരുന്നു. ഇപ്പോഴിതാ രണ്ടാമത് മറ്റൊരു വിവാദം കൂടി ഇവർ ബോധപൂർവം ചോദിച്ചു വാങ്ങിയിരിക്കുന്നു. ഗവൺമെൻറ് പ്ലീഡർമാരുടെ ലിസ്റ്റ് വന്നപ്പോൾ KB പ്രദീപ് എന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളുടെ വക്കീലിനെ ദേവസ്വം ബോർഡിന് സ്പെഷ്യൽ പ്ലീഡറായി നിയോഗിച്ചതാണ് വിവാദമായത്. സ്മാർട്ട് ക്രിയേഷൻസ് എന്നു പേരുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ പങ്കജ് ഭണ്ഡാരി എന്ന മുഖ്യപ്രതിയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന ചെന്നൈയിലെ സ്ഥാപനവും ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അഭിഭാഷകനായി നിയോഗിച്ച KB പ്രദീപിനെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയോഗിച്ചത് വലിയ അട്ടിമറി ലക്ഷ്യത്തോടെയാണ് എന്ന ആരോപണം ഉയരുന്നു. ആരോപണം ചൂടുപിടിക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ഇടപെട്ട് രാജിവയ്പ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തിൻ്റെ ഏനക്കേടാണ് ഇവർക്കെന്ന്. ഈ നിയമനത്തെ ദേവസ്വം മന്ത്രി K മുരളീധരൻ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ചുമതലയേൽക്കുന്നതിന് മുൻപ് രാജിവെച്ചൊഴിഞ്ഞെങ്കിലും ഈ വിവാദ നിയമനം V.D. സതീശന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ ചോദ്യം ചെയ്യുകയും ഈ സർക്കാരിന് തീരാക്കളങ്കം സമ്മാനിക്കുകയും ചെയ്തു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതാണ്ട് 50ഓളം ഗവൺമെൻറ് പ്ലീഡർമാരെ, സ്പെഷ്യൽ പ്ലീഡർമാരെയും ഒക്കെ കഴിഞ്ഞ ദിവസം സർക്കാർ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടായിരുന്നു ഈ നിയമനത്തിന് നേതൃത്വം കൊടുത്തത്. ഈ നിയമന കാര്യത്തിൽ മന്ത്രിമാരോട് ആലോചന നടത്തിയിട്ടില്ലെന്ന പരാതി വ്യാപകമായുണ്ട്. മന്ത്രിമാർ അറിയാതെയാണ് അവരുടെ വകുപ്പിലെ പ്ലീഡർമാരെ നിയമിച്ചത് എന്നാണ് ഇപ്പോൾ പരാതി. ഈ പരാതി ശക്തമായത് ദേവസ്വം വകുപ്പിൽ നിയമിക്കപ്പെട്ട സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർക്കെതിരെ ആരോപണം ഉയർന്നപ്പോഴാണ്. ആരോഗ്യവകുപ്പും ദേവസ്വം വകുപ്പും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന നേതാവായ K മുരളീധരൻ അഴിമതിരഹിതമായി അടിമുടി മാറ്റങ്ങൾ വരുത്താനുള്ള പരിശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ആരോഗ്യവകുപ്പിൽ ഇതിനോടകം വലിയ പരിഷ്കാരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാസത്തിലും 1-2 തവണ ജനസമ്പർക്ക പരിപാടി എന്ന നിലയിൽ എല്ലാ ജില്ലകളിലും പോയി ജനങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പരാതികൾ കേട്ട് പരിഹാരമുണ്ടാക്കാനും മുരളീധരൻ രംഗത്തിറങ്ങി. ഇതിനിടയിലാണ് മുരളീധരനെ വെട്ടിലാക്കിക്കൊണ്ട് ദേവസ്വം വകുപ്പിലെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ നിയമനം വിവാദമായത്. KB പ്രദീപ് എന്ന അഭിഭാഷകനെയാണ് ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചത്. ഇതുവരെ ദേവസ്വം ബോർഡിനെ സീനിയർ പ്ലീഡർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ക്ഷേത്ര സ്വത്തുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ വരുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ പ്ലീഡറെ വേണമെന്ന് ദേവസ്വം വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് KB പ്രദീപിനെ നിയോഗിച്ചത്. എന്നാൽ പ്രദീപ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രതിയുടെ വക്കീലാണ് എന്നത് ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കി. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസും അതിൻ്റെ ഉടമയായ പങ്കജ് ഭണ്ഡാരിയും സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയാണ്. ശബരിമലയിൽ നിന്ന് 2019 കാലഘട്ടത്തിൽ ഇളക്കിക്കൊണ്ടുപോയ ദ്വാരപാലക ശില്പമടക്കം അയ്യപ്പൻ്റെ സ്വർണം മുഴുവൻ തടിയിൽ നിന്നും ലോഹങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്തത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു. അവിടെ നിന്നാണ് ആന്ധ്രാപ്രദേശിലെ ജുവലറി ഉടമയായ ഗോവർദ്ധന് ഇത് കൈമാറിയത്. ഇങ്ങനെ സ്വർണം വേർതിരിച്ചെടുത്ത ആൾ എന്ന നിലയിൽ പങ്കജ് ഭണ്ഡാരിയും അദ്ദേഹത്തിൻ്റെ സ്മാർട്ട് ക്രിയേഷൻസും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായി. പങ്കജ് ഭണ്ഡാരി ആഴ്ചകളോളം ജയിലിൽ കിടന്നു. ആ സ്വർണ്ണക്കടത്ത് കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതി തന്നെ നിയോഗിച്ച ഉദ്യോഗസ്ഥ സംഘം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറായി പങ്കജ് ഭണ്ഡാരിയുടെ വക്കീൽ, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീൽ നിയമിതനാകുന്നത്. ഇത് സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. ഈ ആരോപണം ഉയർന്നതോടെ മാധ്യമപ്രവർത്തകർ K മുരളീധരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു, എന്നാൽ തനിക്ക് ഇതിൽ പങ്കൊന്നുമില്ല. മുഖ്യമന്ത്രിക്ക് താൻ വിശ്വാസപൂർവ്വം വിട്ടുകൊടുത്തത് അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് ആ തീരുമാനത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, അതിനെ സംബന്ധിച്ച് ഞാൻ, നിങ്ങൾക്കറിയാലോ, ഈ മറ്റേ വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അവരുടെ വിസിറ്റായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്യാബിനറ്റിൽ ഉണ്ടായിട്ടില്ല. അല്ല, അത് മുഖ്യമന്ത്രിയുടെ
ഒരു ഡിസ്ക്രിഷണറി പവറിന് ഞാൻ വിട്ടുകൊടുത്തിരുന്നു നേരത്തെ. പക്ഷേ എന്നാലും ഇത് യുഡിഎഫ് ഉയർത്തിയ നിലപാടുകൾക്കെതിരല്ലേ? അല്ല, ഞാൻ പറയാം, ഒരു കാരണവശാലും പ്രതികളാരും രക്ഷപ്പെടില്ല, അക്കാര്യത്തിൽ ഉറപ്പ് നൽകാം. പക്ഷേ പ്രതിക്ക് വേണ്ടി വാദിച്ചയാളല്ലേ ഇപ്പം സർക്കാരിന് വേണ്ടി വാദിക്കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരു വക്കീലാണല്ലോ, നല്ല കാര്യം. തീരുമാനത്തെ അനുകൂലിക്കും. ക്യാബിനറ്റിലെടുത്ത ഒരു തീരുമാനത്തിന് ഒരു മന്ത്രി ഒരിക്കലും തള്ളി പറയാൻ പാടില്ല. പക്ഷെ അങ്ങ് അറിഞ്ഞുകൊണ്ട് സഭയുടെ കൂട്ടുത്തരവാദിത്തമാണ്. ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരുന്നു നേരത്തെ തന്നെ. കെ മുരളീധരൻ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാതെയാണ് സംസാരിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒന്ന് വ്യക്തമാണ്. കെ മുരളീധരൻ അറിയാതെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ പ്ലീഡർ നിയമനം നടത്തിയത് എന്ന്. ഏതാണ്ട് 50ഓളം ഗവൺമെൻറ് പ്ലീഡർമാർ ഈ ദിവസങ്ങളിൽ നിയമിക്കപ്പെട്ടു. CPM-ൻ്റെ കാലത്ത് CPM-കാരായിരുന്നു പ്ലീഡർമാരായി നിയമിക്കപ്പെടുന്നതെങ്കിൽ UDF-ൻ്റെ കാലത്ത് സാമ്പത്തിക ഇടപാടാണ് ഇതിന് പിന്നിലെ മാനദണ്ഡം എന്ന ആരോപണം ശക്തമാണ്. ഓരോ പ്ലീഡർ നിയമനത്തിന് പിന്നിലും 15 മുതൽ 20 ലക്ഷം രൂപ വരെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം ഇപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ ശക്തമാണ്. ഇങ്ങനെ നിയമിക്കപ്പെടുന്ന പ്ലീഡർമാർ സർക്കാരിൻ്റെ കേസുകൾ തോറ്റുകൊടുക്കുന്ന കാലം വിദൂരമല്ലെന്നും അഴിമതിയിലൂടെ കയറിപ്പറ്റിയവർ അതിൻ്റെ 10 ഇരട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തോറ്റുപോകുന്നത് സർക്കാരാണെന്നും വിമർശകർ പറയുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ പോലും ഇത്രയും ഉദാസീനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റു വകുപ്പുകളുടെ കാര്യം എന്താവും എന്ന് ചോദിക്കുന്നവർ ഏറെയാണ്. ഇക്കാര്യത്തിൽ മന്ത്രിമാർ അതൃപ്തരാണ്. അവരവരുടെ വകുപ്പിലെ അഴിമതി കണ്ടുപിടിക്കാനും അതിനെതിരെ നിയമപോരാട്ടം നടത്താനും കാര്യക്ഷമതയുള്ള പ്ലീഡർമാരെ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സാമ്പത്തിക ഇടപാട് മാനദണ്ഡമാക്കി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും ചില ഏജന്റുമാരുടെ സഹായത്തോടെ നേരിട്ട് നിയമനം നടത്തുന്നതിൽ മന്ത്രി മുരളീധരൻ അടക്കമുള്ളവർ അതൃപ്തരാണ് എന്ന് അവരുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു. മന്ത്രി മുരളീധരൻ അടക്കം പല മന്ത്രിമാരും ഇത്തരം കാര്യങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ കത്തുകളൊന്നും ഗൗനിക്കാതെയാണ് മുഖ്യമന്ത്രി മന്ത്രിമാരുമായി ബന്ധപ്പെട്ട നിയമനവും ട്രാൻസ്ഫറും പോലും നടത്തുന്നത് എന്ന പരാതി ശക്തമാണ്. ആവശ്യത്തിന് IAS-കാർ കേരളത്തിൽ ഇല്ല എന്ന് മുഖ്യമന്ത്രി കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് പലർക്കും അധിക ചുമതലകൾ കൊടുക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ചില മുതിർന്ന IAS-കാർക്ക് നിസ്സാരമായ വകുപ്പുകൾ മാത്രം കൊടുത്ത് അവരെ ഒതുക്കാനും മുഖ്യമന്ത്രി മറക്കുന്നില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല മാത്രമാണ് B. അശോകിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നതുകൊണ്ട് മാത്രം പ്രൊമോഷൻ വൈകിപ്പിച്ച് അച്ചടക്ക നടപടിയിലേക്ക് പോയ പ്രശാന്തിനെ തിരിച്ചെടുത്തെങ്കിലും ഇപ്പോഴും പ്രൊമോഷൻ കൊടുക്കാതെ സ്പെഷ്യൽ സെക്രട്ടറിയായി നിയോഗിച്ച് പ്രശാന്തിന് അപ്രധാനമായ വകുപ്പുകൾ കൊടുക്കുക മാത്രമല്ല ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഈ വകുപ്പുകളുടെ എല്ലാം ചുമതല കൊടുക്കുകയും ചെയ്തു. ഇതേസമയം സ്വർണ്ണക്കടത്തു സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറി ആയിരുന്ന MD രാജമാണിക്യത്തെ നിർണായകമായ പല വകുപ്പുകളും ഏൽപ്പിക്കുകയും അതേസമയം അദ്ദേഹത്തിൻ്റെ ദേവസ്വം വകുപ്പ് നിലനിർത്തുകയും ചെയ്തു. സ്വർണ്ണക്കടത്ത് നടന്നപ്പോഴൊക്കെ ശബരിമലയിൽ നടന്ന സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഉത്തരവാദിത്വം കൊടുക്കേണ്ട ആളാണ് രാജമാണിക്യം. ഈ രാജമാണിക്യത്തെ ഇപ്പോൾ KSEBിയുടെ ചെയർമാനായി മാത്രമല്ല ഊർജ്ജ വകുപ്പിൻ്റെ സെക്രട്ടറിയായും പരിസ്ഥിതി പാർലമെന്ററി കാര്യ വകുപ്പിൻ്റെ സെക്രട്ടറിയായും നിയമിക്കുകയും ഇതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ അധിക ചുമതല കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനൊക്കെ പിന്നിൽ സ്വർണ്ണക്കടത്ത് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നവർ ഏറെയാണ്. ഇപ്പോഴും പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലേക്ക് പ്രൊമോഷൻ കിട്ടാത്ത ഒരു IAS ഓഫീസർക്ക് ഇത്രയധികം പദവികൾ കൊടുക്കുന്നതും ദേവസ്വം സെക്രട്ടറി സ്ഥാനം കൈവിടാതെ സംരക്ഷിക്കുന്നതും സ്വർണ്ണക്കടത്തിലെ യഥാർത്ഥ പ്രതികളെ രക്ഷിച്ചെടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. എന്തായാലും നേരെ ചൊവ്വേ കാര്യങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന മന്ത്രി മുരളീധരൻ ആകപ്പാടെ വെട്ടിലായിരിക്കുകയാണ് ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനം വഴി. ഇത്തരം അസ്വസ്ഥത പല മന്ത്രിമാർക്കുമുണ്ട് എന്ന് മന്ത്രിമാരോട് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നു.